പ്രിയ സുഹൃത്തുക്കളെ, ഈ പരിപാടിയുടെ നോട്ടീസ് ആദ്യമായി കിട്ടിയപ്പോൾ വലിയൊരു കൗതുകമാണ് എനിക്ക് തോന്നിയത്. കാരണം വികസനത്തെക്കുറിച്ച് സംസാരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ മതരാഷ്ട്രവാദം ഉണ്ടോ ഇല്ലയോ എന്ന ചർച്ചയിലാണ്. അപ്പോഴാണ് മതം പറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഘടന കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഒരു മാർഗരേഖ തയ്യാറാക്കുന്നത്. ഈ മാർഗരേഖ തയ്യാറാക്കിയത് വായുവിൽ നിന്നുണ്ടാക്കിയതല്ല, മറിച്ച് ഒരു യാത്ര നടത്തുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര നടത്തുകയും അവിടെ ജനങ്ങളുമായി ഇടപഴകി അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു കൊണ്ടാണ് യാത്ര നടത്തിയത്. ഈ വികസന രേഖ തയ്യാറാക്കിയിട്ടുള്ളത്. സാധാരണ യാത്രകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പല യാത്രകളും നമ്മൾ കണ്ടിട്ടുണ്ട്. മിക്കവാറും തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾ യാത്ര നടത്താറുണ്ട്. അത് ഒരു കുറ്റമൊന്നുമല്ല, അവരുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ യാത്ര നടത്തുന്നതിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. എന്നാൽ മിക്കവാറും യാത്രയിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ആ യാത്ര അവസാനിക്കുന്നത് കൂടി എല്ലാവരും മറന്നു പോവുകയാണ് പതിവ്. എന്നാൽ ഇവിടെ കാന്തപുരം ഉസ്താദ് നടത്തിയ യാത്രക്ക് ഒരു തുടർ പ്രക്രിയ ഉണ്ടാവുകയാണ്, ഫോളോ അപ്പ് ഉണ്ടാവുകയാണ്. ആ ഫോളോ അപ്പിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ച വികസന രേഖ. അത് ഓരോ ജില്ലയിലൂടെയും കടന്നു പോവുകയും ആ ജില്ലയുടെ സവിശേഷമായ ചില പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് വന്യജീവി പ്രശ്നം, എയിംസിൻ്റെ പ്രശ്നം, തുരങ്കപാത, അതുപോലെ വിദ്യാഭ്യാസ പ്രശ്നം, അങ്ങനെ ഓരോ സൂക്ഷ്മമായ തലത്തിൽ ഇത് വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്നാൽ വികസനം സാധ്യമാകണമെങ്കിൽ, അല്ലെങ്കിൽ വികസനത്തിൻ്റെ ഫലം ജനങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ അതിലൊരു കാലാവസ്ഥ ഉണ്ടാവണം. അതാണ് ഇവിടെ തോമസ് ഐസക് സാറും ജോസ് പനസ്റ്റിപ്പറും ഒക്കെ ചൂണ്ടിക്കാണിച്ച ഈ വർഗീയതയുടെ പ്രശ്നം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് ഈ വികസന രേഖയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം കലുഷിതമായ ഒരു കാലഘട്ടത്തിൽ, കലുഷിതമായ ഒരു സമൂഹത്തിൽ ഒരു വികസനവും നടക്കില്ല, ഒരു വികസന ചർച്ചയും നടക്കില്ല എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഈ കാന്തപുരം ഉസ്താദും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജാഥയുടെ ഉപനായകന്മാരും എല്ലാ ജില്ലകളിലും പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ ഉയർത്തിയ വലിയൊരു പ്രശ്നം തന്നെ ഇതാണ്: എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിൽ ഇത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാവുന്നത് എന്നത് വലിയ ഗൗരവമായ പ്രശ്നമാണ്. പക്ഷേ ഇത് കാന്തപുരം ഉസ്താദിൻ്റെ പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ആദ്യമായി ഉന്നയിക്കുന്നതല്ല. എനിക്ക് ഓർമ്മ വരുന്നത് 2016 കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം SSFൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് മമ്പുറം തങ്ങളും കോതുനായരും എന്നൊരു പ്രോഗ്രാമായിരുന്നു. ആ പരിപാടി അന്ന് സംഘടിപ്പിക്കാൻ കാരണം അന്ന് കേരളത്തിലുണ്ടായിരുന്ന സവിശേഷമായ ഒരു പ്രതിഭാസത്തെ, അത് നമ്മുടെ സമൂഹ ശരീരത്തിൽ ഏൽപ്പിച്ച ആഘാതത്തെ നേരിടുന്നതിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിയുടെ തുടർച്ച ഈ വികസന രേഖയിലുണ്ട്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കോഴിക്കോട് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ കാളി മുഹമ്മദിന് ഒരു സ്മാരകം വേണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പൊതുസമൂഹത്തിൽ ആരാണ് കാളി മുഹമ്മദ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോൾ കാളി മുഹമ്മദിന് ഒരു സ്മാരകം വേണം എന്നുള്ളത് കേവലം മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യമല്ല. കാരണം എഴുത്തച്ഛന് സ്മാരകം ഉണ്ടാവണം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ എന്നതുപോലെ തന്നെയാണ് കാളി മുഹമ്മദിൻ്റെ സ്മാരകം വരുന്നത്. ഇപ്പോൾ കാളി മുഹമ്മദ് ആരാണ് എന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം അതുല്യനായൊരു പണ്ഡിതനായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 500ഓളം പുസ്തകങ്ങൾ എഴുതിയ ഒരു പണ്ഡിതനാണത്.
അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയങ്ങളുടെ വ്യാപുല്യം വൈവിധ്യമുള്ളതാണ്. അദ്ദേഹം ഭാഷയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, വ്യാകരണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഗോളശാസ്ത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഗണിതശാസ്ത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു മഹാപണ്ഡിതനെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, കാളി മുഹമ്മദ് ഫത്വുൽ മുബീൻ എന്ന കൃതിയുടെ രചയിതാവ് കൂടിയാണ്. ഫത്വുൽ മുബീൻ എന്നുള്ളത് കേരളത്തിലെ അതായത് കോഴിക്കോട്ടെ സാമുദായികമായ സൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. കാരണം സാമൂതിരിയുടെയും മാപ്പിള പടയാളികളും കൂടി ചേർന്നിട്ടാണ് ചാലിയത്ത് പറങ്കികളുടെ കോട്ട ആക്രമിക്കുന്നത്. അതിൻ്റെ ആലോചനകൾ നടന്നത് കോഴിക്കോട്ട് നമ്മുടെ കുറ്റിച്ചിറ ജുമാഅത്ത് പള്ളിയിൽ വെച്ചിട്ടാണ്. ആ നടന്ന മീറ്റിങ്ങിൽ സാമൂതിരി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ കാളി മുഹമ്മദിന് ഒരു സ്മാരകം പണിയുക, അല്ലെങ്കിൽ മമ്പുറം തങ്ങളെ ഓർമ്മിക്കുക, അല്ലെങ്കിൽ വെളിയങ്കോട് ഉമർ കാളിയെ ഓർമ്മിക്കുക, അല്ലെങ്കിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിനെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ അവസ്ഥയെ ഓർമ്മിപ്പിക്കുക എന്നത് കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വികസന രേഖയിൽ ഇത് ഒരു ആവശ്യമായി ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഉന്നയിച്ച വേറൊരു കാര്യം, അത് ഉസ്താദ് അതിൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. ഗവൺമെൻറ് ഇടപെട്ട് ഉടനടി തന്നെ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അത് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കണം എന്നും കൂടി അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഒരു മതനേതാവിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ വേണ്ടി ഗവൺമെൻറ് കാത്തു നിൽക്കുന്നത് എന്ന് ഞങ്ങളൊക്കെ വലിയ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രസംഗങ്ങളെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി കണക്കാക്കിയിട്ട് അത് ഉടനടി അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് ഗവൺമെൻറ്റിന് തോന്നാതിരുന്നത്? അപ്പം അതുകൊണ്ട് ഇതിൽ ഉന്നയിക്കപ്പെടുന്ന ഓരോ വിഷയങ്ങളും ഗൗരവപൂർവ്വം പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ്. രണ്ടാമത്തൊരു കാര്യം എന്നുള്ളത് ഇത് വൈജ്ഞാനിക പാരമ്പര്യം. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു വൈജ്ഞാനിക പാരമ്പര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിലെയല്ല ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം എന്നുള്ളത് മുസ്ലിം സമുദായത്തെ ഒരു പ്രതികരിക്കുന്ന സമുദായമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മുസ്ലിങ്ങൾക്കെതിരെ ഒരു ആരോപണം വരും, ആ ആരോപണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എല്ലാ സംഘടനകളും പ്രസ്താവനകളുണ്ടാകും. അത് കഴിയുമ്പോൾ അടുത്ത ആരോപണം ഉണ്ടാവും, അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെ മുസ്ലിം സമുദായത്തിൻ്റെ ഊർജം മൊത്തം പോകുന്നത് ഇങ്ങനെ തങ്ങൾക്കെതിരെ വരുന്ന ഈ തരം ആരോപണങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു പ്രതിരോധ സമൂഹം മാത്രമായിട്ട് മുസ്ലിം സമുദായത്തെ നിർത്തുക എന്നുള്ളതൊരു ഗൂഢാലോചനയാണ്. കാരണം മുസ്ലിം സമുദായത്തിൻ്റെ വൈജ്ഞാനികമായ പാരമ്പര്യം അല്ലെങ്കിൽ വൈജ്ഞാനികമായ ഇടപെടലുകൾ അസാധ്യമാകുന്ന രീതിയിൽ ആ സമുദായത്തെ ചില പ്രശ്നങ്ങളിൽ കെട്ടിയിട്ടുകൊണ്ട് അതിനെ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു സമുദായമായി മാറ്റാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മതസംഘടന ഇപ്പോൾ പറയുന്നത് വികസനത്തെക്കുറിച്ചാണ്. അത് വളരെ ഗുണപരമായ ഇടപെടലാണ്. അത്തരം ഇടപെടൽ മുമ്പുണ്ടായിട്ടുണ്ട്. കാരണം വൈജ്ഞാനികമായ ചർച്ചകൾ വളരെ സമ്പുഷ്ടമായ ഒന്നായിരുന്നു കേരളത്തിൽ ഇസ്ലാമിൻ്റെ പാരമ്പര്യം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലാണ് ഈ കിബില വിവാദം ഉണ്ടാവുന്നത്. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയൊക്കെ ഉൾപ്പെട്ട അവർ രണ്ട് ഭാഗത്തു നിന്ന വലിയ സംവാദമായിരുന്നത്. അതിൽ ഒരുപാട് വിഷയങ്ങൾ, പുതിയ പുസ്തകങ്ങൾ, പുതിയ മേഖലകളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഗോളശാസ്ത്രത്തെക്കുറിച്ച്, ഭൂമിശാസ്ത്രത്തെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് മേഖലകൾ വന്ന വലിയൊരു ചർച്ചയായിരുന്നു, ഒരു സംവാദമായിരുന്നു അത്. അത് ഇന്നത്തെ സുന്നി മുജാഹിദ് സംവാദത്തെ പോലെ ഉള്ള സംവാദമല്ല. അത് സമുദായത്തിൽ വളരെ ഗുണപരമായിട്ടുള്ള പല അറിവുകളും വന്ന ഒരു ചർച്ചയായിരുന്നു, അല്ലെങ്കിൽ ഒരു സംവാദമായിരുന്നു. ആ ഒരു മേഖലയെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം കൂടി ഈ ഒരു വൈജ്ഞാനികമായ ഇടപെടലിലൂടെ, അതായത് മുസ്ലിം സമുദായം എന്നുള്ളത്
പുറമേ നിന്ന് വരുന്ന അജണ്ടകൾക്കനുസരിച്ചിട്ട് മാത്രം ചലിക്കുന്ന സമുദായമല്ല എന്നും സ്വയം നിർണ്ണയിക്കുന്ന എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന്, ഞങ്ങൾക്ക് എന്താണ് പറയേണ്ടത് ഉള്ളത് എന്ന് ഞങ്ങൾ തന്നെ നിശ്ചയിക്കും എന്ന് പറയുന്നതിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമാണ് ഈ ഒരു ഇതിൽ കാണുന്നത്. ഈ വികസന രേഖ നടപ്പിലാക്കേണ്ടത് ഗവൺമെൻറ്റാണ് അല്ലേ? നമുക്കറിയാം, ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും 90% കാര്യങ്ങളും നടപ്പിലാക്കേണ്ട ഗവൺമെൻറ്റാണ്. അത് നടപ്പിലാക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷേ ഇത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത്, ഇത് ഇനിയും ചർച്ച ചെയ്യപ്പെടുമോ എന്നുള്ളത്, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഗുണപരമായ കാര്യം. ഇതിൽ ഏതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടും, ഏതൊക്കെ നടപ്പിലാക്കപ്പെടും എന്നുള്ളതൊക്കെ നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ അപ്പുറമുള്ള കാര്യമാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിലെ ഒരു സംഘടന ഇങ്ങനെ വൈജ്ഞാനികമായ കാര്യങ്ങളിൽ കൂടി ഇടപെടുന്നു എന്നുള്ളത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ്. അതിന് മുൻകൈയെടുത്ത ഈ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ആളുകളെ എല്ലാ രീതിയിലും ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.